ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. അപ്പം നമ്മൾ ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പലരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ, EMRS സ്റ്റാഫ് നഴ്സ് വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് EMRS എന്ന് പറയുമ്പോൾ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂൾ ഹെൽത്ത് നഴ്സ് പോലെ ഒരു വേക്കൻസിയാണ് കേട്ടോ. സോ EMRS സ്റ്റാഫ് നഴ്സ് വേക്കൻസി ഔട്ട് ആയിട്ടുണ്ട്. ഏകദേശം ഈ കാണുന്ന പോലെ 550 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ EMRS സ്റ്റാഫ് നഴ്സ് റിക്രൂട്ട്മെന്റ് ബേസിക്കലി അത് നമ്മുടെ ഒരു ഫീമെയിൽ സ്റ്റാഫ് നഴ്സസ് ആണ്, അല്ലെങ്കിൽ ഫീമെയിൽസിനാണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. വേക്കൻസീസ് ടോട്ടൽ വേക്കൻസീസ് പറയുകയാണെങ്കിൽ 550 വേക്കൻസീസ് ആണ് പറയുന്നത്. സോ എന്താണ് ഈ EMRS എന്ന് നമുക്ക് നോക്കാം. ഇത് ബേസിക്കലി NESTS, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്, നമ്മുടെ മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സോ അവർക്ക് ബേസിക്കലി ഈ EMRS, അതായത് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പോലെയുള്ള അല്ലെങ്കിൽ സ്കൂൾസ് ഇവർക്ക് ഈ ഒരു മിനിസ്റ്ററുടെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പൊ അത് ഏത് സ്കൂളാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ KV, കേന്ദ്രീയ വിദ്യാലയം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഉള്ള സ്കൂളാണ് ഈ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുക. ഇവിടെ പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ ലയബിലിറ്റി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ട്രാൻസ്ഫറിന് എലിജിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഈ EMRS സ്റ്റാഫ് നഴ്സ് വേക്കൻസി എന്ന് പറയുന്നത്. സോ ഇതിന്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് നോക്കിയാലോ. അതായത് ക്വാളിഫിക്കേഷൻ പറയുന്നത് ബേസിക്കലി BSc നഴ്സിംഗ് ആണ് കേട്ടോ. BSc ഓണേഴ്സ് നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ്, കൂടാതെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗും കഴിഞ്ഞവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവണം. അതായത് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ഉള്ള രജിസ്ട്രേഷൻ ഉണ്ടാകണം. ഇതിൽ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ് കേട്ടോ. അതായത് BSc നഴ്സിംഗ് കഴിഞ്ഞാൽ മാത്രം പോരാ, ഒരു 2.5 വർഷത്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. മിനിമം 50 ബെഡ് ഹോസ്പിറ്റൽ കേട്ടോ, 50 ബെഡുള്ള ഹോസ്പിറ്റലിൽ 2.5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 35 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. SC STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ പേ ലെവൽ 5 ആണ് കേട്ടോ. പേ ലെവൽ 5 പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ബേസിക് പേ എന്ന് പറയുന്നത് 29,200 മുതൽ 92,300 വരെയാണ് ഇതിന്റെ ബേസിക് പേ വരുന്നത്. അതുകൂടാതെ തന്നെ അലവൻസ്, അതായത് സാധാരണ ഒരു ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്ന എല്ലാ അലവൻസും ഇവർക്കും ആപ്ലിക്കബിൾ ആണ്. 10% സ്പെഷ്യൽ അലവൻസ് ഫോർ റെസിഡൻഷ്യൽ ഡ്യൂട്ടീസ്, കൂടാതെ ഫ്രീ അക്കോമഡേഷൻ ഓൺ ക്യാമ്പസിൽ തന്നെ ഫ്രീ അക്കോമഡേഷനും ഈ പോസ്റ്റിലുള്ളവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ ബേസിക്കലി 2 തരത്തിലാണ് ഇതിന്റെ എക്സാം വരിക. ഒന്ന് നോക്കിയാൽ പ്രിലിമിനറി എക്സാമിനേഷൻ, അത് ബേസിക്കലി ഒരു ക്വാളിഫൈയിങ് നേച്ചർ ആണ്. OMR, അതായത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ OMR ടെസ്റ്റ് ആണ് വരിക. ഒരു 100 മാർക്കിന്റെ എക്സാം ആണ്. 2 മണിക്കൂർ ഡ്യൂറേഷൻ വരുന്ന ടെസ്റ്റ് ആണ്. ഇതിന്റെ എക്സാമിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ് 10 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. റീസണിങ് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നോളജ് ഓഫ് ICT 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. കൂടാതെ ലാംഗ്വേജ് കോമ്പിറ്റൻസി 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ 2 മണിക്കൂർ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഈ ടയർ 1 ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ടയർ 2 എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള ടയർ 2 എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള എലിജിബിലിറ്റി. ബേസിക്കലി ഇതിന്റെ പോസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതിന്റെ ജോലി വരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സെലക്ഷൻ വരുന്നത് ടയർ 2 നമുക്ക് ടയർ 2 എക്സാമിന് നമുക്ക് കിട്ടുന്ന മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് പോസ്റ്റിംഗ് വരിക. അതുകൂടാതെ തന്നെ ഈ ടയർ 1 എക്സാം എഴുതുന്നതിൽ ഒരു 1:10 എന്നുള്ള റേഷ്യോയിലായിരിക്കും അവർ ടയർ 2 സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ 10 വേക്കൻസീസ് ഉണ്ടെങ്കിൽ 100 പേര് ടയർ 2 എക്സാമിന് വേണ്ടി അവർ സെലക്ട് ചെയ്യും കേട്ടോ. സോ ബേസിക്കലി ടയർ 2 എക്സാമിലാണ് നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്സ് ചോദിക്കുക. 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നുണ്ട്. നോക്കിക്കേ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് 40ഉം ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് 15ഉം ആണ് വരിക. പക്ഷെ മാർക്ക് നോക്കുകയാണെങ്കിൽ 40 ഒബ്ജക്റ്റീവ് ക്വസ്റ്റിന് 40 മാർക്കും, അതായത് ഒരു ക്വസ്റ്റിന് 1 മാർക്കും. ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ 15 ക്വസ്റ്റിന് 60 മാർക്ക്, അതായത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റിന് 4 മാർക്ക് എന്നുള്ള നിലയിലാണ് മാർക്ക് വരിക. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ടെസ്റ്റ് ആണ് ഈ ടയർ 2 എക്സാമിനേഷൻ വരുന്നത്. ഇതാണ് ബേസിക്കലി EMRSന്റെ എക്സാം പാറ്റേൺ വരുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ്. അതുകൂടാതെ തന്നെ ലാസ്റ്റ് ഡേറ്റ്, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 23 ഓൺലൈനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, വേക്കൻസീസ് ഏകദേശം 550 വേക്കൻസീസ് ആണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു പോസ്റ്റിന്റെ ബെനിഫിറ്റ്സ് ആണ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന എല്ലാ അലവൻസിനും ഇവർ എലിജിബിൾ ആണ്. കൂടാതെ പെയ്ഡ് ലീവ് ഉണ്ടാകും, പെൻഷൻ, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അതുകൂടാതെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാകും. പിന്നെ ആനുവൽ ആൻഡ് മെറ്റേണിറ്റി ലീവ് കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റിന് ഉണ്ടാകും. സോ ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഈ EMRS സ്റ്റാഫ് നഴ്സിന്റെ ഒരു ഇൻഫോർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. താല്പര്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് നന്നായിട്ട് പഠിക്കുക, എക്സാം ഒക്കെ എഴുതി നന്നായിട്ട് പ്ലേസ്ഡ് ആകട്ടെ, നല്ല ജോലികളൊക്കെ കിട്ടി നിങ്ങൾ നല്ല നിലയിലെത്തുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.